ഡി സതീശൻ മുഖ്യമന്ത്രിയായ ശേഷമുള്ള ആദ്യ ക്യാബിനറ്റ് യോഗത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലൊന്ന് സംസ്ഥാനത്തെ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുമെന്നുള്ളതാണ്. ജൂൺ 15 മുതൽ ഇത് നടപ്പിലാക്കി തുടങ്ങും. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ വൈകാതെ തന്നെ പുറത്തിറങ്ങുമെന്നുള്ളതാണ് മുഖ്യമന്ത്രി അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രഖ്യാപിച്ച 5 ഇന്ദിരാ ഗ്യാരണ്ടികളിൽ 2 നടപ്പിലാക്കി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ആശമാർക്ക് 3000 രൂപ പ്രതിമാസ വേതനം ഓണറേറിയമായി വർദ്ധിപ്പിക്കും. പ്രീ പ്രൈമറി ടീച്ചർമാർക്കും അതോടൊപ്പം തന്നെ അങ്കണവാടി ഹെൽപ്പർമാർക്കും 1000 രൂപ വീതം കൂട്ടി എന്നുള്ള കാര്യം കൂടി ക്യാബിനറ്റ് യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി സംസാരിക്കുന്ന ഘട്ടത്തിൽ മാധ്യമപ്രവർത്തകരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നല്ല തീരുമാനം. പക്ഷേ എല്ലാവരും ഒരേ സാമ്പത്തികാവസ്ഥയിലുള്ളവരല്ലല്ലോ. ഒരു BPLകാർക്ക് അത് കൊടുത്താൽ നല്ലതാണ്. ഇല്ലെങ്കിൽ സാമ്പത്തികാവസ്ഥ വളരെ അർഹതപ്പെട്ടവർക്ക് കിട്ടണം. നല്ല തീരുമാനമാണ്. സ്ത്രീകളുടെ മൊബിലിറ്റിയൊക്കെ കൂട്ടാൻ സഹായിക്കും. ഇപ്പോൾ രാത്രിയൊക്കെ ആണെങ്കിലും പോയി വരുമ്പോഴൊക്കെ അത് ഹെൽപ്പ് ചെയ്യും ഒരുപാട് പേർക്ക്. ഡെയിലി അല്ല, പക്ഷെ ഒരുപാട് KSRTC യൂസ് ചെയ്യുന്ന ആളാണ്. ഉറപ്പായിട്ട് അവരത് ചെയ്ത് നടപ്പാക്കിയേ പറ്റൂ. അല്ലെങ്കിൽ ജനങ്ങൾ തിരിയും, ജനങ്ങളെതിരാവും. ജനങ്ങളതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അവർക്ക് സ്ത്രീകളാണ് ഇപ്പം മെയിനായിട്ട് വോട്ട് ചെയ്തിരിക്കുന്നത്. പുരുഷന്മാർ വോട്ട് ചെയ്താന്ന് വെച്ചാൽ എനിക്കറിയില്ല. സർക്കാർ അത് നോക്കി ചെയ്യട്ടെ, പഠിച്ചിട്ട് ചെയ്യട്ടെ. നമുക്ക് ഉടനെ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അത് സാമ്പത്തികം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. നമ്മുടെ മക്കളും എല്ലാവരും ബസ് യാത്ര ചെയ്യണവരാണ് സ്ഥിരമായിട്ട്. എന്തായാലും ശരി, ഇത്തരം ഒരു കണ്ണിൽ പൊടിയിടുന്ന പരിപാടികളുമായിട്ട് അധികം മുന്നോട്ട് പോകാൻ ഗവൺമെൻറ് പറ്റിയെന്ന് തോന്നില്ല. അപ്പോൾ തുടക്കത്തിൽ അങ്ങനെ ചില ഇതൊക്കെ എടുത്തിട്ട് ആൾക്കാരുടെ കൂടെയാണ് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി കഴിയുമായിരിക്കും. അല്ല, തീർച്ചയായിട്ടും ഇത് പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത്. വളരെ നല്ല കാര്യമാണ്. KSRTC ബസ്സിൽ പിന്നെ ഒന്നുള്ളതായിരിക്കും. പ്രൈവറ്റ് ബസ്സിൽ യാത്ര കുറയും. പ്രൈവറ്റ് ബസ്സുകാരിന് ഇപ്പോഴും തന്നെ ഓരോരുത്തർ പ്രശ്നം ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓവർകം ചെയ്യാൻ പറ്റണം. പിന്നെ ഇതിന് പരിഹരിക്കാനുള്ള എന്താണ് സാമ്പത്തിക പ്രതിസന്ധി ഇല്ലാതെ മുന്നോട്ട് പോകണം. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷം LDF സർക്കാർ വളരെ മനോഹരമായി അവർ നൽകിയ വാഗ്ദാനങ്ങൾ ഏറെക്കുറെ പാലിച്ചുകൊണ്ട് സാമ്പത്തിക പ്രതിസന്ധി നിലനിന്നെങ്കിലും കാര്യങ്ങളൊക്കെ ഭംഗിയായി നടത്തിക്കൊണ്ടുപോയി. 10 വർഷക്കാലം കേരളം കണ്ടതാണല്ലോ. ഇനി അടുത്ത 5 വർഷക്കാലം ഇന്നത്തെ ദിവസം ആരംഭിച്ചിട്ടേ ഉള്ളൂ. അവർ അത് നൽകുമായിരിക്കും.